ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അമ്മക്കിന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ഇപ്പച്ചി കുറേ കാലമായി അപ്പാണി പള്ളിയിൽ പോവാ പറയണേ. അപ്പം അപ്പാണി പള്ളിയിൽ നിന്ന് നേർച്ചേനെ. അപ്പം അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അപ്പാണി പള്ളീൻ്റെ റോഡാണ് കേട്ടോ ഗൈസ്. ഇവിടെ നല്ല തിരക്കുണ്ട്, ബ്ലോക്കൊക്കെ കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ ഉള്ള ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരുപാട് കളിസാമാനങ്ങൾ വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ കുറേ ബ്ലോക്ക് തന്നെയാണ്, നല്ല പോകുന്നുള്ളൂ. പിന്നെ അപ്പം വിൽക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്തും ഉണ്ട് കളിസാമാനം വിൽക്കണ പലതും ഉണ്ട് കേട്ടോ ഗൈസ്. കളിസാമാനം മാത്രമല്ല. കണ്ടോ ഗൈസ്, അപ്പാണി പള്ളി നല്ല തിരക്കാട്ടോ. ഇവിടെ നല്ല ബ്ലോക്കാട്ടോ ഗൈസ്. വണ്ടിയൊക്കെ അതിനോണ്ടാണ് നല്ല പോണേ. ഇവിടെ കുറേ കളിസാമാനൊക്കെ കണ്ടിട്ട് അയമൊക്കെ ഒരു ഇളക്കുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഇപ്പച്ചി പറഞ്ഞ് ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടി ഇവിടെ നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയമോളെ സമാധാനിപ്പിച്ച്. നമ്മൾ ഏകദേശം പള്ളീൻ്റെ അടുത്ത് എത്താനായിട്ടോ. ഇവിടുന്ന് കണ്ടിട്ട് നല്ല തിരക്ക് തോന്നുന്നുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ ഒന്നും സ്ഥലമില്ല കേട്ടോ. കുറച്ചും പാടി മുന്നോട്ട് പോയോക്കട്ടെ. പള്ളിയിലേക്ക് കയറാക്കുന്ന ആൾക്കാരെ ക്യൂ ആട്ടോ ഗൈസ് ഇത് കാണണേ. നോക്കി ഈ തല മുതൽ ആ തല വരെ ജനങ്ങളാട്ടോ ഗൈസ്. ആണുങ്ങൾക്ക് വേറെ സെക്ഷനും പെണ്ണുങ്ങൾക്ക് വേറെ സെക്ഷനും ഉണ്ട്. നമ്മൾ കുറച്ച് മുന്നോട്ടൊക്കെ പോയിട്ട് പാർക്കിംഗ് ഒക്കെ ചെയ്ത് എങ്ങനെയൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടു. നല്ല തിരക്കന്നെ അതിൻ്റെ ഉള്ളിൽ. നമ്മളവിടുന്ന് എങ്ങനെയൊക്കെ കഴിച്ചിലായി പോരുമ്പോഴാണ് ബീച്ചിൽ സർക്കസ് ഉണ്ട് അറിഞ്ഞത്. അങ്ങനെ പെച്ചിന് സോപ്പിട്ട് സർക്കസിന് പോയാലോ ചോദിച്ചു. അങ്ങനെ സർക്കസിൻ്റെ അവിടെ എത്തി. ഞാൻ ആദ്യമായിട്ടാട്ടോ സർക്കസ് കാണുന്നത്. നിങ്ങൾ ഇതിൻ്റെ മുന്നേ കണ്ടുകണോ സർക്കസ്? സർക്കസിന് പറഞ്ഞേക്കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും അറിയില്ല. കയറി വെക്കാം. അയമോളിൻ്റെ വയത്താലുണ്ട് കേട്ടോ ഗൈസ്. അയമോക്കും സർക്കസ് എന്താണെന്നൊന്നും അറിയില്ല. ഓൾ നമ്മളപ്പം എങ്ങനെ വരുന്നേ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ ഗൈസ്. 150, 200, 300 ആട്ടോ ടിക്കറ്റ്. നമ്മൾ 150 റുപ്യേൻ്റെ ടിക്കറ്റ് ആട്ടോ ഗൈസ് എടുത്തത്. പരിപാടി തുടങ്ങാൻ കുറച്ചും കൂടി സമയമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥലം കാണിച്ചു തരാം. നല്ല അടിപൊളിയാക്കിയിട്ട് ഡെക്കറേഷൻ ഒക്കെ കൊടുത്തുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. എന്താ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നൊക്കെ കാണാം. ടിക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ചിട്ടാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള വഴിയൊക്കെ. അവിടെ ഉള്ളിൽ കയറുമ്പോൾ ചെക്ക് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. ഇത് ചെക്ക് ചെയ്തിട്ടുള്ളൂ കയറുക. അങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു വിധത്തിൽ അതിൻ്റെ ഉള്ളിൽ കയറിട്ടോ. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള സ്ഥിതി. സർക്കസിൻ്റെ സ്റ്റേജും കാര്യങ്ങളും കേട്ടത്. കുറേ കസാലൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോളോ സർക്കസ് തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഇതാണ് കേട്ടോ ജോക്കേഴ്സ്. ഓല അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരിപാടി ഉഷാറാക്കാൻ നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് കേട്ടോ. പരിപാടി കാണാൻ വരുന്നുണ്ട് എല്ലാവരും. നമ്മളിരിക്കുന്ന ടൈമിന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇപ്പം ആൾക്കാരൊക്കെ കൂടി വരാൻ തുടങ്ങിയാണ്. ജോക്കേഴ്സ് എല്ലാവർക്കും താഴ്ത്തിയും ഫ്രങ്കീസും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ നമുക്ക് ഓരോരോ അഭ്യാസങ്ങൾ കാണാം.
സർക്കസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ 2 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിട്ടോ. പോയ മാതിരിയല്ല കേട്ടോ, വരുമ്പോൾ നല്ല ലൈറ്റൊക്കെ വെച്ച് സെറ്റാക്കിയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കണൊക്കെ കണ്ടപ്പോൾ അമ്മക്കൊരു ബോധ്യം. അപ്പം നമ്മളും സെൽഫിയൊക്കെ എടുത്ത് അവിടുന്ന് നല്ല ഇറങ്ങിട്ടോ. പിന്നെ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വൈറലായാലോ ഓർഡർ ഫ്രൈ കഴിക്കാൻ പോയാലോ വിചാരിച്ച്. പിന്നെ നമ്മളവിടെ പോയപ്പോൾ അവിടുത്തെ ക്യൂ കണ്ടിട്ട് ഞാൻ നെട്ടിപ്പോയിട്ടോ ഗൈസ്. ആദ്യം പേര് കൊടുത്തുകൊണ്ട് നമ്മൾ സാധനത്തിന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഗൈസ്, എന്നാലുള്ളൂ സാധനം കിട്ടുക. അവിടെ എന്താ ചെയ്യണേന്ന് കാണാൻ വേണ്ടി ഞാനും അയമോള് കുറേ എത്തി നോക്കിട്ടോ, പക്ഷെ ഒന്നും കാണില്ല. അവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോൾ സാധനം പൊളിയാണെന്ന് തോന്നി. ഇനി അത് കൈമ കിട്ടിയിട്ടാണോ ടേസ്റ്റ് ചെയ്യാൻ. അപ്പോഴാണ് ഉപ്പച്ചി എന്ന് പറഞ്ഞത് 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് സാധനം കിട്ടാന്ന്. പിന്നെ എന്ത് ചെയ്യാനാ 3/4 മണിക്കൂർ അവിടെ പോസ്റ്റായി നിന്ന്. എൻ്റെ പേരാട്ടോ കൊടുത്ത ഗൈസ്. ഹനാനി വിളിക്കണവരെ കാത്തിരിക്കുന്നു ഞാൻ. സിനാനിനൊക്കെ വിളിക്കണ കേട്ടേ ഞാൻ ഹനാന വിചാരിച്ച് മണ്ടി പോയോക്കി. അപ്പം നമ്മളതല്ലേന്ന് ഇട്ടോ അത്. പിന്നെ വീണ്ടും പോസ്റ്റായി. എന്ത് ചെയ്യാനല്ല, ഓർഡർ ഫ്രൈ കഴിക്കാനല്ല, അഡ്ജസ്റ്റ് ചെയ്യുക. 3/4 മണിക്കൂറിൻ്റെ കാത്തിരിപ്പിൻ്റെ ഇടയിൽ സാധനം കിട്ടിയിട്ടോ ഗൈസ്. പിന്നെ കൈമ കിട്ടിയാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, കൈ കിട്ടിയ അപ്പം തന്നെ വേഗം തിന്നാൻ തുടങ്ങിട്ടോ ഞാൻ. നല്ല ടേസ്റ്റുള്ള പൊള്ളി സാധനം കേട്ടോ ഗൈസ്. അംബാനിയബല്ലേ ഇതൊക്കെ. നമ്മളിൽ ഓർഡർ ഫ്രൈ കഴിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ മുഗദാർ ബീച്ച്. പിന്നെ നമ്മൾ അവിടേക്ക് പോയപ്പോൾ അയമോളോട് ബുള്ളപ്പൊക്കെ ചെയ്യിപ്പിച്ച്. ഓളങ്ങനൊക്കെ കുറച്ച് നേരം പിടിച്ചു തൂങ്ങി നിന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന എന്താ സർക്കസ് ആട്ടോ ഗൈസ്. ഞാൻ ഇതല്ല ഇനിയും അപ്പുറം ചെയ്യുന്ന ആളാണ്, പക്ഷെ എൻ്റെ അടിയിലൊരു ഇത്താത്ത ഇരിക്കുന്നുണ്ട്, അതിനോണ്ടാ. പാവ അത്താത്തൻ്റെ തലേക്ക് വീകും വിചാരിച്ചിട്ടാട്ടോ നിർത്തിയത്. അല്ലാണ്ട് എൻ്റെ ഉമ്മച്ചിനെ ചീത്ത ഇട്ടിട്ടൊന്നുമല്ല കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അപ്പാനി പള്ളി ഒന്നും കൂടി കയറിട്ടോ. നേരത്തെ തിരക്കൊണ്ട് നമുക്ക് അപ്പം ഒന്നും വേഗം കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മളിപ്പം വേഗം കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി ഫ്രണ്ട്സ്, എന്തൊക്കെ വിധത്തിലുള്ള അപ്പങ്ങളല്ലേ, പലതരം അപ്പങ്ങളും ഉണ്ട്. ഞാനൊക്കെ ഈ അപ്പം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിട്ട് കുറച്ച് നേരം നോക്കിയിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും ഞാൻ അതിലേക്കെന്താ നോക്കുന്നത്. അപ്പം പിന്നെ പൊതിഞ്ഞാണ്ട് അയമോക്ക് കൊടുത്തിരുന്നു കേട്ടോ. അയമോക്ക് സാമ്പിൾ നോക്കാൻ വേണ്ടി 2 എണ്ണം കൊടുത്തിന് ഓല്. പിന്നെ നമ്മൾ അപ്പൊക്കെ വാങ്ങിയാണ്ട് പള്ളീൻ്റെ ഉള്ളിൽ കയറി പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. ഇതിലേക്കൊരു ഉണ്ട പോലത്തെ അപ്പാട്ടോ ഇഷ്ടപ്പെട്ടത്. അതിൻ്റെ പേരെന്താണ് ഉമ്മച്ചിനെ ചോദിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അതിൻ്റെ പേര് കെടുമ്പപ്പാണെന്ന്. നിങ്ങളിതുപോലെ കെടുമ്പപ്പം പല അപ്പവും കൊടുത്തിട്ടുണ്ടോ ഗൈസ്. പിന്നെ നമ്മളിത് പോരുമ്പോഴുള്ള കാഴ്ചകളാട്ടോ. അവിടെ നല്ല കട്ടിയുള്ള അലുവ ജിലേബിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ജിലേബിയും കൾസാമനൊക്കെ വാങ്ങി നമ്മൾ നല്ല അവിടുന്ന് പോകുന്നു കേട്ടോ. അപ്പം ആരും മറക്കണ്ട കേട്ടോ ഗൈസ്. എൻ്റെ കാക്കുൻ്റെ വീഡിയോയിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം അയമോള് പറഞ്ഞ മാതിരി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് അടിക്കുക.